മൂല്യനിർണയ അപാകത. ഉത്തരം എഴുതിയിട്ടും മാർക്ക് ലഭിച്ചില്ല. പരാതിയുമായി വിദ്യാർത്ഥി. SSLC പരീക്ഷാ മൂല്യനിർണയത്തിലെ അപാകത കാരണം A+ നഷ്ടമായെന്നാണ് പരാതി. SSLC പരീക്ഷ മൂല്യനിർണയത്തിലെ അപാകത കാരണം വിദ്യാർത്ഥിക്ക് A+ നഷ്ടമായെന്നാണ് പരാതി. കണ്ണൂർ പാനൂർ PRM ഹയർ സെക്കൻഡറി സ്കൂളിലെ അശ്വിൻ സഞ്ജീവാണ് മലയാളം പരീക്ഷ മൂല്യനിർണയത്തിൽ അപാകത ആരോപിച്ച് രംഗത്ത് വന്നത്. ഉത്തരം എഴുതിയിട്ടും മാർക്ക് ലഭിച്ചില്ലെന്നാണ് വിദ്യാർത്ഥിയുടെ ആക്ഷേപം. 9 വിഷയങ്ങളിലും A+, മലയാളത്തിൽ മാത്രം A ഗ്രേഡ്. ഫുൾ A+ പ്രതീക്ഷിച്ച വിദ്യാർത്ഥിക്ക് ഉത്തരക്കടലാസിൻ്റെ കോപ്പി ലഭിച്ചപ്പോഴാണ് മൂല്യനിർണയത്തിൽ തെറ്റുണ്ടെന്ന് മനസ്സിലായത്. 13, 14 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതിയിട്ടും ടാബുലേഷൻ ഷീറ്റിൽ മാർക്ക് ചേർത്തിട്ടില്ലെന്നാണ് വാദം. 13ാമത്തെ ചോദ്യത്തിന് 3 മാർക്കും 14ാം ചോദ്യത്തിന് പകുതി മാർക്കും ഉത്തരപേപ്പറിൽ മൂല്യനിർണയം നടത്തിയ അധ്യാപകൻ ഇട്ടെന്നും ടാബുലേഷനിൽ അത് കൂട്ടിയിട്ടില്ലെന്നുമാണ് പരാതി. സ്കൂൾ അധികൃതർ മുഖേന അശ്വിൻ്റെ രക്ഷിതാക്കൾ പരീക്ഷാഭവനിൽ പരാതി നൽകിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഇതുവരെ മറുപടി പോലുമില്ലെന്നാണ് ആക്ഷേപം. അർഹമായ മാർക്ക് നൽകണമെന്നാണ് പഠിച്ചു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥി പറയുന്നത്. എൻ്റെ പേര് അശ്വിൻ. ഞാൻ പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ SSLC എഴുതി +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് SSLC എക്സാമിന് എനിക്ക് 9 A+ ഒരു A ആണ് ഉണ്ടായത്. ഈ A ഉണ്ടായത് മലയാളം സെക്കൻഡ് പേപ്പറിനായിരുന്നു. ഞാൻ 10 A+ കിട്ടുമെന്ന് കുറേ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എന്തോ കാരണവശാൽ കിട്ടിയില്ല. പക്ഷേ നമ്മൾ ഫോട്ടോ കോപ്പിക്ക് റിവാലുവേഷൻ കൊടുത്തു. ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും ഗ്രേഡ് ചേഞ്ചായി വന്നില്ല. നമ്മൾ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്ത് ഫോട്ടോ കോപ്പി വന്നേരം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് A+നുള്ള മാർക്കുണ്ട്. ഇതൊക്കെ കേട്ട് കുറച്ച് വിഷമം ഉണ്ടായി. കാരണം ഇത്രയും അനുമോദനങ്ങളും എല്ലാം മിസ്സായി. +1 അഡ്മിഷൻ്റെ കാര്യമൊന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ കിട്ടേണ്ട അംഗീകാരം കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ഇപ്പോൾ പരീക്ഷാ ഭവനിലേക്ക് കംപ്ലൈൻറ്റ് അയച്ചിട്ടുണ്ടെങ്കിലും കുറേ 2 ആഴ്ചയായിട്ട് ഒരു മറുപടി ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇനി എങ്ങനെയെങ്കിലും ഒരു മറുപടി എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതുവരെയായിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു ഇതും ഉണ്ടായിട്ടില്ല. എങ്ങനെയെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഇത് കിട്ടിയാൽ എനിക്കൊരു അംഗീകാരം, എനിക്ക് കിട്ടേണ്ട അവകാശം കിട്ടിയെന്ന് എനിക്കൊരു തോന്നലുണ്ടാവും.